തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിനടുത്തുള്ള വേളാങ്കണ്ണിയിൽ 16-17 നൂറ്റാണ്ടുകളിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ ദർശനങ്ങളെയും അത്ഭുതങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് വേളാങ്കണ്ണി മാതാവിൻ്റെ ചരിത്രം. എല്ലാ മതസ്ഥരും ഒരുപോലെ ആശ്രയിക്കുന്ന ഈ തീർത്ഥാടന കേന്ദ്രം കിഴക്കിൻ്റെ ലൂർദ് എന്നും അറിയപ്പെടുന്നുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ പാൽ വിൽക്കാൻ പോവുകയായിരുന്ന ഒരു ഹൈന്ദവ ബാലനാണ് ഉണ്ണിയേശുവിനെ കയ്യിലേന്തിയ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. തൻ്റെ കുഞ്ഞിനായി അമ്മ ആവശ്യപ്പെട്ടതനുസരിച്ച് ബാലൻ പാൽ നൽകി. എന്നാൽ വീട്ടിലെത്തിയപ്പോൾ പാൽ ഒട്ടും കുറയാതിരുന്ന അത്ഭുതം നാട്ടുകാരെയും ആ പ്രദേശവാസികളെയും ഈ സ്ഥലത്തിൻ്റെ പവിത്രത അറിയിച്ചു. രണ്ടാമത്തെ ദർശനം പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിലുള്ള അത്ഭുത സൗഖ്യമാണ്. നടുത്തിട്ട് എന്ന സ്ഥലത്ത് മോര് വിറ്റിരുന്ന മുടന്തനായ ഒരു ബാലന് അമ്മ പ്രത്യക്ഷപ്പെട്ട് പൂർണ്ണ സൗഖ്യം ഈശോയിൽ നിന്ന് നൽകി. ഈ രോഗശാന്തിയുടെ ഓർമ്മയ്ക്കാണ് മാതാവിനെ ആരോഗ്യമാതാവ്, അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ബൃഹത്തായ ഒരു ദേവാലയം ആയിരുന്നില്ല അക്കാലഘട്ടങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നത്. അന്നത്തെ സാധാരണ ജനത്തിൻ്റെ കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന പാവപ്പെട്ട ആളുകളുടെ ആ പരിമിതിയിൽ നിന്നുകൊണ്ട് അവരുണ്ടാക്കിയ ഓല കെട്ടിയ ഒരു ദേവാലയമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആണ്ടോടാണ്ട് ഓല മേഞ്ഞിരുന്ന ഒരു കൊച്ചു ദേവാലയം ഭക്തിയുടെ കേന്ദ്രസ്ഥാനമായി. 17-ാം നൂറ്റാണ്ടിൽ ബൃഹത്തായ ദേവാലയം വേളാങ്കണ്ണിയിൽ പണികഴിക്കപ്പെട്ടതിന് പിന്നിലും അത്ഭുതകരമായ ഒരു കാര്യമുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ ബംഗാൾ ഉൾക്കടലിൽ ശക്തമായ കൊടുങ്കാറ്റിൽപ്പെട്ട പോർച്ചുഗീസ് നാവികരെ വേളാങ്കണ്ണി മാതാവ് അത്ഭുതകരമായി രക്ഷിച്ചു. ഇതിന് പ്രത്യുപകരമായി അവർ അന്ന് ഓല മേഞ്ഞിരുന്ന ചെറിയ പള്ളി കല്ല് പാകിയ വലിയ ദേവാലയമാക്കി മാറ്റി. മാതാവ് പ്രത്യക്ഷപ്പെട്ടതും പോർച്ചുഗീസ് നാവികർ സുരക്ഷിതരായി തീരത്തണഞ്ഞതുമായ സെപ്റ്റംബർ 8-നാണ് വേളാങ്കണ്ണിയിലെ പ്രധാന തിരുനാൾ ആഘോഷിക്കുന്നത്. നിരവധി അത്ഭുതങ്ങൾക്കും വിശ്വാസ പെരുപ്പത്തിനും സാക്ഷ്യം വഹിച്ച ഈ ദേവാലയം 1962 നവംബർ 3-ന് ജോൺ 23-ാമൻ മാർപ്പാപ്പ ബസിലിക്ക പദവിയിലേക്ക് ഈ ദേവാലയത്തെ ഉയർത്തുകയുണ്ടായി. മാതാവിനോടുള്ള ഭക്തിയിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഒരു ദേവാലയമാണ് മണിയാർ ദേവാലയം. ആ ദേവാലയത്തിൽ നിന്നും യാത്ര പുറപ്പെടുമ്പോൾ അതിസുന്ദരമായ കാഴ്ചകളിൽ കൂടെ കടന്നുപോയി ആ യാത്ര ഇങ്ങനെ നീളവേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. കാനായിലെ മാതാവേ, വിഘ്നങ്ങളെല്ലാം തീർത്ത് ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ അമ്മേ. കൽവിളക്കുകളെരിയുന്ന ആലയം കർത്താവേ ഞാൻ കാണുന്നു. വാർത്തലത്തിൽ ഓർത്തുവയ്ക്കുവാൻ എന്തു നാഥ, തിരുവചനം മാത്രമാണെൻ്റെ നാഥ. കൽവിളക്കുകളെരിയുന്ന ആലയം കർത്താവേ ഞാൻ കാണുന്നു. വാർത്തലത്തിൽ ഓർത്തുവയ്ക്കുവാൻ എന്തു നാഥ, തിരുവചനം മാത്രമാണെൻ്റെ നാഥ. വഴികളിൽ പാർവണേന്തുവാൻ നിന്നാത്മശക്തിയെ നൽകണമേ. നിന്നിൽ ഞാൻ ചേരുവോളം തമ്പുരാനെ ദൈവാത്മശക്തിയാൽ നയിക്കണമേ. നിന്നിൽ ഞാൻ ചേരുവോളം തമ്പുരാനെ ദൈവാത്മശക്തിയാൽ നയിക്കണമേ. കൽവിളക്കുകളെരിയുന്ന